നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ളതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് തയ്യൽ മെഷീൻ തപ്പി നടക്കുകയാണോ? എന്നാൽ അങ്ങനെ ഒരു മെഷീനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മൾ പ്രൊഫഷണൽ തയ്യക്കാരൊന്നുമല്ല. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക്നോളജി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ്. നമ്മുടെ ഈ പ്ലേലിസ്റ്റിൻ്റെ ഉദ്ദേശം തന്നെ ടെക് റിവ്യൂസാണ്, അതായത് പുതിയ പുതിയ ടെക്നോളജികൾ. അപ്പോൾ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്ന ഓരോരോ സാധനങ്ങളും നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തും. അപ്പോൾ തയ്യൽ സംബന്ധമായ ആൻസേഴ്സ് കൂടുതലും ഞങ്ങളുടെ നിന്ന് കിട്ടണമെന്നില്ല. ഈ ഒരു മെഷീൻ്റെ ടെക്നിക്കൽ സൈഡായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതുപോലെ വർക്ക് ഏജും കാണിക്കും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കും. ആദ്യം തന്നെ ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ തയ്യൽ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡാണ് സിംഗറാണ് ബ്രാൻഡ്. സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പണ്ട് തൊട്ടുള്ളതാണ്. തയ്ക്കുന്നവർക്ക് എല്ലാം അറിയാം സിംഗർ ബ്രാൻഡാണെന്നുള്ളത്. 1851 മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻ്ററൊക്കെ ഒരുവിധം എല്ലായിടത്തും അവൈലബിളുമാണ്. നമ്മൾ ഒരു തരത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ബോക്സിലുള്ള സ്പെക്കുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാണ്. ആദ്യം പറയാനായിട്ടുള്ളത് 3 സ്റ്റിച്ച് ലെങ്ത് ഓപ്ഷൻസ് ആണ്. 3 തരത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷൻസ് ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരും. പിന്നെ ഉള്ളത് പ്രസ് ലീവർ ഫോർ റിവേഴ്സ് സീവിങ് ഓപ്ഷൻസ്, അതായത് മുമ്പോട്ടും പുറകോട്ടും. മുമ്പോട്ട് തയ്ച്ചു പോയാൽ നമുക്ക് റിവേഴ്സ് പുറകോട്ട് തയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രീ ആം ഫോർ സർക്കുലർ സ്റ്റിച്ച്, അത് തയ്ക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളത് കൂടുതൽ പറയുന്നില്ല. പിന്നെ വരുന്നത് LED ലൈറ്റ് ഫോർ ഈസി സ്വിങ്, അതായത് LED ലൈറ്റുണ്ട്. ഈ തയ്ക്കുന്ന പോർഷനിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ ലൈറ്റ് ഓണായി നിൽക്കും. നമുക്ക് തയ്ക്കുമ്പോൾ അത് നോക്കി തയ്ച്ചു വിടാം. പിന്നെ ഉള്ളത് യൂണീക്ക് ത്രെഡ് കട്ടർ ഇൻക്ലൂഡഡ്, ത്രെഡ് കട്ടർ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫുഡ് പെഡൽ ഫോർ ഈസി കൺട്രോൾ, ഫുഡ് പെഡലുണ്ട് ഇതിൻ്റെ കൂടെ. പ്രസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഇലക്ട്രോണിക് ആണ് മെഷീന്. എക്സ്റ്റൻഷൻ ടേബിൾ ഇൻക്ലൂഡഡ്, ഒരു എക്സ്റ്റൻഷൻ ടേബിൾ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി വലിയ തുണികളൊക്കെ എടുത്ത് വെച്ച് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ടേബിളിൽ വെച്ചൊക്കെ ഇത് ഉപയോഗിക്കാം. അത്ര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾ മാനുവൽ മെഷീൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതെന്ത് വെയിറ്റ് ആണ്. അതിനൊരു സ്പേസ് തന്നെ നമുക്ക് വീട്ടിൽ അതിനൊരു സ്പേസ് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് വലിയ സ്പേസ് ഒന്നും പോകത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. എക്സ്റ്റൻഷൻ ബോർഡോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തുണികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറത്തിട്ട് നമുക്ക് തയ്ക്കുകയും ചെയ്യാം. ഇതിൻ്റെ ബോക്സിൽ MRP കാണിച്ചിരിക്കുന്നത് 6990 ഇതിൻ്റെ ഒറിജിനൽ വില അത്ര ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചായിരുന്നു. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സാധനം കണ്ടല്ലോ, വളരെ ചെറുതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് സ്പേസ് സേവിങ് ആണ്. ഏതൊരു ടേബിൾ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ സിംഗറിൻ്റെ മോഡൽ വരുന്നത് ടൈലർ മേറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഇത് വരുന്നത്. DC മോട്ടറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് കറണ്ട് വളരെ കുറച്ചേ ആവുള്ളൂ. 12 വാട്ട്സ് ആണ് ഇതിൻ്റെ മോട്ടറിൻ്റെ ഒരു വാട്ടേജ് പറയുന്നത്. 12 വാട്ട്. 12 വാട്ട് എന്ന് പറയുമ്പോഴത്തേനും വളരെ കുറച്ച് കറണ്ടേ നിങ്ങൾക്ക് ചിലവാകുന്നുള്ളൂ. വലിയ കറണ്ടൊന്നും ചിലവാകത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുക. അപ്പോൾ എക്സ്റ്റൻഷൻ ടേബിൾ എന്ന് പറഞ്ഞ ഇതാണ് എക്സ്റ്റൻഷൻ ടേബിൾ. ഒരു എക്സ്റ്റൻഷൻ ടേബിൾ ഉണ്ട്. അതുപോലെ അതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ഡ്രോ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാം. അതാണ് എക്സ്റ്റൻഷൻ ടേബിൾ. പിന്നെ വരുന്നത് നമുക്ക് ഫുഡ് പെഡലുണ്ട്. നമുക്ക് പ്രസ് ചെയ്ത് വർക്ക് ചെയ്യാനൊരു ഫുഡ് പെഡൽ ഇതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ DC മോട്ടറാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു അഡാപ്റ്ററുണ്ട്. ഈ അഡാപ്റ്റർ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്യുക, AC കണക്ട് ചെയ്യുക. പിന്നെ ഒരു പാക്കേജ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നൂല് കാര്യങ്ങളൊക്കെയാണ്. തയ്ക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞങ്ങളതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ പറയുന്നില്ല, ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്. ഇതിൽ ബോബിനും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ ഇവർ പറഞ്ഞേക്കുന്ന നെയിമുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ബോബിന്, നീഡിൽ ത്രെഡർ ഇതതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ നീഡിലുണ്ട്, സൂചി ഇതിൻ്റെ കൂടെ ഒരു 3 പീസ് അവർ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു പീസ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 4 സൂചിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ സിംഗറിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കാനൊക്കെ കിട്ടും. ഈ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്കെയിൽ കാണാൻ സാധിക്കും. 20 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു സ്കെയിൽ ഒരു കൊടുത്തിട്ടുണ്ട്. തയ്ക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതുപോലെ ആ സൈഡിൽ തന്നെ താഴെ ഒരു ട്രേ
ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതായത് സൂചിയോ കാര്യങ്ങളൊക്കെ ഇടാനായിരിക്കാം. നിങ്ങൾക്കത് ഉപയോഗിക്കുന്നവർക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഒരു ട്രേ ഉണ്ട്, എന്നിട്ട് തള്ളി വെക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സിംഗറിൻ്റെ ഒരു മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ട് ഒരു മാനുവൽ ബുക്ക് ഗൈഡൻസ് ഉണ്ട്. ഇതിൽ ഫോട്ടോ സഹിതം അവർ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. എനിക്ക് തോന്നുന്നു തയ്ക്കുന്നവർക്ക് ഇത് വലിയ പാടായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മാനുവൽ മെഷീൻ തയ്ക്കുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും. അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിപാടി. കുറേ നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് നമ്മൾ മോട്ടർ കയറ്റി നമുക്ക് ചെയ്യുന്ന ഒന്നുകൂടെ ഈസിയാക്കി തന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മാനുവൽ ഉപയോഗിക്കുന്ന അത്രയും പാടില്ല. ഇത് പെഡലിലും വർക്ക് ചെയ്യിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരുവിധം എല്ലാം ഈ മാനുവലിലുണ്ട്. അത് നിങ്ങൾ കിട്ടുമ്പോൾ നോക്കിയാൽ മതി. അതുപോലെ പിന്നെയുള്ളത് വാറണ്ടി കാർഡ്. വാറണ്ടി 1 ഇയറാണ് വാറണ്ടി വരുന്നത്. സിംഗറിന് ഒരുവിധം എല്ലായിടത്തും സർവീസ് ഉള്ളതാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ എന്ത് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് എല്ലാം അവർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവരതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരച്ച് വെച്ചിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ അങ്ങേ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബോബിൻ ചുറ്റാനുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഈ സൈഡിൽ കാണുന്നത് ഇതാണ് നൂലിരിക്കുന്നത്. നൂലാണത്. ആ നൂലിങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോരുവാണ്. ഇങ്ങനെ പോർന്ന് അടിയിൽ കൂടെ നമ്മൾ ഇട്ട് ഇവിടെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല ഇതിലെയാണ് നൂല് കയറി വരേണ്ടതെന്നുള്ളത്. അത് ഈ സൈഡ് വഴി ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ വരുന്നത് അത് ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നൂല് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നോക്കി അങ്ങ് ഇട്ടാച്ചാൽ മതി, വേറൊന്നുമില്ല. താഴേക്ക് വരുമ്പം മറ്റു മെഷീനുള്ള പോലെ തന്നെ സൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ നൂല് ബോബിൻ ഇതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ബോബിൻ ഇരിപ്പുണ്ട്. തീരുമ്പോൾ നമുക്ക് അവിടെ ഇൻസെർട്ട് ചെയ്യാം. ഇതിങ്ങനെ ഈ ഗ്ലാസ്സിലൂടെ പഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ താഴെയായിട്ടും ബോബിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നൂല് കോർക്കുന്നതും എല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് ലൈനിലും നൂലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. സ്റ്റിച്ചിങ് 3 സ്റ്റൈലിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്യാം, അതുപോലെ ഡോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് ഓരോന്നും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇതുണ്ട്. ഇതിലിട്ട് കഴിഞ്ഞാൽ ഡോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിലിട്ട് കഴിഞ്ഞാൽ ശകലോടെ അകലത്തി സ്റ്റിച്ച് ചെയ്യാം. ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ 3 മോഡൽ ഇതിനകത്ത് കാണിച്ചു. അപ്പോൾ ഈ നോബിൻ്റെ താഴെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഇത് റിവേഴ്സ് സ്റ്റിച്ചിങ്ങിൻ്റെയാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് മെഷീൻ്റെ. അപ്പോൾ ഈ ബാക്ക് സൈഡിലാണ് ഇനി നമുക്ക് പോർട്ടസ് ഒക്കെ വരുന്നത്. 2 പോർട്ടേ ഉള്ളൂ. കുഴപ്പിക്കുന്ന ഒത്തിരി പോർട്ട്സൊന്നുമില്ല. ഒന്ന് DC 12 വോൾട്ട് 1.5 ആംപിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ പവർ കുത്താനായിട്ടുള്ളത്. ഇലക്ട്രോണിക് മോട്ടറാണല്ലോ, DC മോട്ടറാണ്. അവിടെ നിങ്ങൾ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫുഡ് പെഡലുണ്ട്. ഫുഡ് പെഡൽ നമുക്ക് ചവിട്ടി വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ പെഡലിൻ്റെ പിന്നെ ഇവിടെ കണക്ട് ചെയ്യാം. ഇങ്ങനെ 2 കണക്ഷൻസേ വരുന്നുള്ളൂ. അപ്പോൾ മെഷീൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ വെക്കുന്ന സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു നോബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നോബ് നിങ്ങൾ ആ സൂചി മാനുവലായിട്ട് മുകളിലേക്ക് പൊക്കാനായിട്ടുള്ള ഇവിടെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ സൂചി മുകളിലേക്ക് പോകും. ഇപ്പോൾ നോബിൻ്റെ താഴെ വശത്ത് തന്നെ നമുക്ക് സ്വിച്ചുണ്ട്. ഇത് വെറും ഓൺ ഓഫ് സ്വിച്ച് അല്ല. ഇതിൻ്റെ അങ്ങേയറ്റത്ത് 2 വര കാണാം. അത് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഫാസ്റ്റ് മോഡാണ്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നടുക്കായിട്ട് വരുന്ന ഓപ്ഷൻ അത് പെഡലിൽ മാത്രം പ്രസ് ചെയ്താൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു മോഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെഡൽ ചവിട്ടണ്ട, ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്ത് പോകും, തന്നെ അടിച്ചുകൊണ്ടിരിക്കും. ഈ ടേബിൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു പ്രതലത്തിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് ഇതുമായിട്ട് യോജിപ്പിച്ചാൽ മതി. നേരെ തള്ളി കയറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ആയി സിമ്പിളായിട്ട് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് പെഡലിൻ്റെ അവിടെ അത് കണക്ട് ചെയ്യാം. ഫുഡ് പെഡൽ കണക്റ്റായി. അത് നമുക്ക് സൗകര്യത്തിന് എവിടെയാണ് പ്രസ് ചെയ്യാൻ പാകത്തിന് വെച്ചാൽ മതി. പിന്നെ വരുന്ന അഡാപ്റ്റർ, ഇതിന് കറണ്ട് വേണമല്ലോ. അഡാപ്റ്ററിൻ്റെ പിന്നെ നമ്മൾ DC 12 വോൾട്ട് എഴുതിയിരിക്കുന്ന അവിടെ തന്നെ കണക്ട് ചെയ്യണം, തിരിഞ്ഞു പോകാതെ.
കണക്ട് ചെയ്യാം. അപ്പോൾ 2 കണക്ഷൻ നമ്മുടെ ഓക്കെ ആയി. ഇനി നമുക്ക് വർക്ക് ചെയ്യിക്കാം. അഡാപ്റ്റർ നമ്മൾ പ്ലഗ് ചെയ്യും. പ്ലഗ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യും. ലൈറ്റ് ഇൻഡിക്കേഷൻ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഓണായി എന്നറിയാൻ വേണ്ടി ലൈറ്റ് ഇൻഡിക്കേഷൻ അത് നോക്കാം. പിന്നെ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് LED ലൈറ്റ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് തയ്ച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മെഷീനുള്ള പോലെ തന്നെ ഈ ഒരു പോർഷൻ ലിഫ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങനെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് പൊക്കി തുണി റിലീസ് ചെയ്ത് എടുക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അത് താഴേക്കാക്കി ഇവിടെ പ്രസ്സാകും. തയ്ക്കേണ്ടപ്പോൾ താഴേക്കിട്ട് കാണാം. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അത് ഇവിടെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെ ഒരു ലിവർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് താഴ്ന്നു കിടക്കുകയാണ്. പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊക്കാം. തയ്ക്കാൻ നേരം കാത്തു പോകും. അപ്പോൾ ഈ പെഡൽ വളരെ സോഫ്റ്റാണ്. നിങ്ങൾ ഒത്തിരി പവർ കൊടുത്തു ഞെക്കേണ്ടതല്ല. നൈസായിട്ട് ടച്ച് ചെയ്യാൻ തന്നെ ഇത് വർക്കാവും. അത് ഓർമ്മയിലുണ്ടാകണം വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ സോഫ്റ്റ് പെഡലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കാല് വഴി ചവിട്ടി ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ കാലും ചവിട്ടി തന്നെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യില്ല. അറിയാതെ കാലൊന്ന് ടച്ചായി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് അടിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾ വളരെ പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ ചെയ്യണം. നിങ്ങൾ പെഡൽ ഇച്ചിരി ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ റഫായിട്ടൊന്ന് തയ്ച്ച് കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ടവൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പെഡൽ പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കിങ്ങാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെഡൽ പ്രസ് ചെയ്തൊന്ന് റഫായിട്ടൊന്ന് തയ്ച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ റഫായിട്ട് അടിച്ച് നോക്കിയതാണ്. ഈ സ്റ്റിച്ചിങ് നിങ്ങൾ നോക്ക്. നേരെയുള്ള സ്റ്റിച്ചിങ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. അതാണ് ബാക്ക് സൈഡ് ഇങ്ങനെ സ്റ്റിച്ചിങ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തയ്ക്കുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ ട്രയൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ടൈപ്പ് തുണികൾ നമുക്ക് തയ്ക്കാം. ഇവർ സൈറ്റിൽ പറഞ്ഞേക്കാൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ കോട്ടൺ, ഡെനിം, ലിനൻ അങ്ങനെയുള്ള ഒരുവിധം തുണികളെല്ലാം തയ്ച്ചെടുക്കുക എന്നുള്ള രീതിയാണ് ഇത് സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇതിലുള്ളത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടല്ലോ, നിങ്ങൾക്ക് ടേബിളിൽ വെച്ചത് വർക്ക് ചെയ്യാം. അതുപോലെ എക്സ്റ്റൻഷൻ ബോർഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നീട്ടി വെക്കാം. നിങ്ങൾക്ക് സ്പേസ് കുറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ ബോർഡ് വെച്ച് വയ്ക്കാം. നിങ്ങൾക്ക് ഏത് ടേബിളിലും വർക്ക് ചെയ്യാം. നിങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അന്നേരം എടുത്ത് ബോക്സ് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് സ്പേസ് എങ്ങും പോകില്ല. ഇതിനായിട്ടൊരു സ്പേസ് നിങ്ങൾ കൊടുക്കുകയേ വേണ്ട. അതുപോലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് കറണ്ടാന്നുള്ളത്. ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതുപോലെ DC മോട്ടറാണ്, AC മോട്ടറല്ല. AC മോട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ പവർ നിങ്ങൾക്ക് പോകും, കുറച്ചുകൂടെ കറണ്ട് നിങ്ങൾക്ക് നഷ്ടം വരും. ഇത് DC മോട്ടറാണ്, 12 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ ചെറിയ കറണ്ടിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട്. അപ്പോൾ സിംഗറിൻ്റെ കാര്യം ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്. സിംഗറിൻ്റെ സർവീസ് സെൻറ്റർ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഉണ്ട്. അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു ലിസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഇതിന് വരുന്നത് 4,499 രൂപ, 4,499. അപ്പോൾ സിംഗറിൻ്റെ കോമ്പാറ്റ് മോഡലാണ്. ഈ കോമ്പാറ്റ് മോഡലിൻ്റെ വിലയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഇവിടെ വലുതുണ്ട്, ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. അതിന് 50,000 രൂപയ്ക്കാണ് വില വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ റേറ്റിന് ഇങ്ങനെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പർപ്പസിന് നന്നായിട്ട് ഉപയോഗിക്കാം. ഇത് വീട്ടിൽ വെച്ചാണ് നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ പുറത്തുനിന്ന് പിടിക്കുവാണെങ്കിൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പെർഫെക്റ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സിംഗറിൻ്റെ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ഇത് എടുക്കാം. അതുപോലെ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ആമസോണിൻ്റെ പർച്ചേസിങ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾക്കത് താല്പര്യമുള്ളവർക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജികൾ ഇനിയും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.